എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. സൂപ്പർ അബ്സോർബന്റ്. വീട്ടമ്മയെ ആക്രമിച്ച് മുളകുപൊടി എറിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന മുഖംമൂടി സംഘം അറസ്റ്റിൽ. വണ്ടൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. തനിച്ച് താമസിക്കുന്ന വയോധികയായ വീട്ടമ്മയെ ആക്രമിച്ച് 2 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണവളകൾ മുറിച്ചെടുത്ത 3-അംഗ മുഖംമൂടി സംഘത്തെയാണ് വണ്ടൂർ പോലീസ് പിടികൂടിയത്. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാംപറമ്പത്ത് നിതിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വണ്ടൂർ CI സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്തഭടൻ പാലക്കത്തോട്ടത്തിൽ വിജയകുമാറിന്റെ ഭാര്യ കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് 3 പേർ കവർന്നത്. മൽപിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത്. ഓട്ടോ ഡ്രൈവറായ ജിജേഷ് മുൻപ് പലപ്പോഴും ചന്ദ്രമതിക്ക് വേണ്ടി ട്രിപ്പ് പോയിരുന്നു. ചന്ദ്രമതി തനിച്ച് താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി 8 മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ചതിനു ശേഷം ബാറിൽ നിന്നിറങ്ങി ചന്ദ്രമതിയുടെ വീടിന് പിറകുവശത്തുള്ള വയലിലൂടെ നടന്ന് ചന്ദ്രമതിയുടെ വീട്ടിലെത്തുകയായിരുന്നു. പിറകുവശത്തെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും ബലമായി പൊത്തിപ്പിടിക്കുകയായിരുന്നു. നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുത്തു. തിരിച്ചറിയാതിരിക്കാനായി മൂവരും മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിന് ശേഷം പരിസരത്ത് മുളകുപൊടി വിതറിയാണ് പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെട്ടത്. തെളിവ് നശിപ്പിക്കാനായി മങ്കി ക്യാപ്പ് പ്രതികൾ കത്തിച്ചു കളഞ്ഞിരുന്നു. തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 30ഓളം CCTV പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് നടത്തിയ അന്വേഷണമാണ് പിടികൂടാൻ സാധിച്ചത്. SI-മാരായ ഒ വാസുദേവൻ, VK പ്രദീപ്, സീനിയർ CPO മുഹമ്മദ് ഷിഫിൻ, K റിയാസ്, മഹേഷ്, സജീഷ്, സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, ആഷിഫ് അലി, ജിയോ ജേക്കബ്, സജീഷ്, കൃഷ്ണദാസ്, സാബിർ അലി, സജേഷ്, T നിബിൻ ദാസ്, അഭിലാഷ് കൈപ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എ+ വിഷൻ വണ്ടൂർ.